ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കിച്ചൺ ഐസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവൽ കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു സ്നാക്ക് എന്ന് പറയാം, അതുപോലെ തന്നെ നല്ലൊരു ഉണ്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ 2 കപ്പ് അവൽ. അപ്പോൾ നിങ്ങൾ കപ്പിലാണെങ്കിൽ കപ്പിലെടുക്കുക. ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്. ഇനി ആ അവലെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇളം തേങ്ങയാണ്, അപ്പോൾ ഏത് തേങ്ങയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഈ അവലിൻ്റെ സൈസ് ഒന്ന് ചെറുതാവും, ആ ഒരു സമയം വരെ നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു മിനിറ്റ് മാത്രം മതി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അമുക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ക്രഷായിട്ട് വരും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിനി ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. പൊടിക്കുക എന്ന് വെച്ചാൽ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് 1 ഗ്ലാസ്, അതേ ഗ്ലാസ്സിൽ തന്നെ ശർക്കര ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ചിരകിയെന്ന് വെച്ചാൽ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് 2 ശർക്കര എടുക്കണം. നമ്മളൊരു പീസ് കണക്ക് പറയുകയാണെങ്കിൽ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ശർക്കര നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുക്കുക. ഇനി ഏത് ശർക്കര ആയിക്കോട്ടെ എന്തായാലും നിങ്ങളൊന്ന് അരിച്ചെടുക്കുക. കാരണം എന്തായാലും അതിൽ ചെറിയൊരു കല്ലൊക്കെ ഉണ്ടാവും, അടിയിലൊരു തരി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കച്ചറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതേ പാത്രത്തിൽ തന്നെ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഏലക്കായ്, ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് ഇട്ട് കൊടുക്കുക. വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ശർക്കര ഒന്നുകൂടെ തിളച്ച് വന്നോട്ടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഒരുപാട് പൊടിഞ്ഞുകൊണ്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും ക്രഷ് ചെയ്യാൻ മറക്കണ്ട, കാരണം അവലായതുകൊണ്ട് നാളത്തേക്കും ഇത് വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായി പോകും. അതുകൊണ്ട് ക്രഷ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. കടലയാകുമ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് കറക്റ്റ് വാങ്ങി വെക്കേണ്ട പാകമാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിൽ അല്പം ഗീ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഉണ്ടയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് നമുക്ക് പറ്റിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമുക്കിങ്ങനെ പാകം ഉണ്ടാവുന്നത്, എന്നാലും നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളിങ്ങനെ ഇടുമ്പോൾ സ്പൂണിൽ നമുക്ക് പറ്റിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാവണം, ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാവണം. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ പാകം. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, പെട്ടെന്നൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടാറാൻ പാടില്ല. നമുക്ക് കൈക്ക് പറ്റുന്ന രീതിയിൽ ചൂടായിരിക്കണം, എന്നാൽ ഓവറായിട്ട് തണുത്ത് പോകാനും പാടില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്, എന്നാലും ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയാൽ അത് അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ആ ബോൾസ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഈ ഒരു ചൂടിൽ ഇങ്ങനെയുള്ള ഉണ്ടയൊക്കെ നമ്മൾ ബോൾസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് അല്പം നെയ്യ് കയ്യിൽ തടവി കഴിഞ്ഞാൽ ചൂട് നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഇനി നിങ്ങൾക്ക് തീരെ കൈക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ എടുക്കണം, കാരണം നമ്മൾ പ്രസ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആകുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. സ്പൂണിൽ നെയ്യ് തടവേണ്ട ഒരു ആവശ്യമില്ല, നന്നായിട്ട് നമുക്ക് അല്ലാതെ തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ഷേപ്പാക്കി ഇതുപോലെ എടുക്കാം. കൈ പൊള്ളുന്നവർക്കാണെങ്കിൽ ഇതൊരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ബോൾസ് ആക്കിയിട്ടുണ്ട്. ഞാൻ വളരെ വലിയ ബോൾസൊന്നുമല്ല ആക്കിയിട്ടുള്ളത്, കുഞ്ഞു ബോൾസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടയാണ്. അവൽ വെച്ചിട്ടാന്ന് വെച്ചിട്ട് അത് യാതൊരു ടേസ്റ്റ് ഇല്ലാതെ ഇല്ല. നമ്മൾ എന്താ പറയുക, തേങ്ങയുടെ ഉണ്ടയൊക്കെ അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നല്ല നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പറ്റുമെങ്കിൽ നട്ട്സ് എന്തായാലും ഇടുക. അപ്പോൾ അടിപൊളി ഒരു ഉണ്ടയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ
എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.